പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ വരുന്നവർക്ക്, ഇതുപോലുള്ള ധ്യാന ശുശ്രൂഷയിൽ വരുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു പ്രത്യേക വരവുണ്ട്. എല്ലാവർക്കും തന്നെ തങ്ങളുടെ തകർച്ചകളെ പ്രതി സ്തുതിച്ച് ഇതുപോലെ തകർച്ചയുള്ള അനേകായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രദാനങ്ങളും വർഷിക്കാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ പതിവായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യത്തിലും ദൈവം ഇടപെടും. എൻ്റെ പ്രശ്നം മാറ്റിത്തരണമേ, എൻ്റെ കുരിശു മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കാൻ ഈശോ പഠിപ്പിച്ചിട്ടില്ല, മാതാവ് പഠിപ്പിച്ചിട്ടില്ല. കുരിശുവരണം മാറ്റിത്തരണേ എന്ന് പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചോ? ഇല്ല. ദൈവഹിതമാണെങ്കിൽ അത് പൂർത്തിയാകണം, എന്നാലേ ആ രക്ഷ പൂർത്തിയാവുകയുള്ളൂ ലോകത്തിൻ്റെ. ഇപ്പോൾ ജീവിക്കുന്ന 740 കോടി ജനത്തിൻ്റെ പാപശിക്ഷ യേശുവിൻ്റെ മേൽ പിതാവ് വച്ചായിരുന്നു. പാഷൻ ഫിലിം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ അതിനകത്ത് ലോകാരംഭം മുതൽ ലോകാവസാനം വരെയുള്ള മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ തൻ്റെ മേൽ വെച്ച ആ ഭാരത്തിൽ വേദനയിൽ നുറുങ്ങിയിട്ട് കരഞ്ഞുകൊണ്ട് ഈശോ ചോദിക്കുന്നുണ്ട്, സകല മനുഷ്യരുടെയും പാപത്തിന്റെ ശിക്ഷ ഒരു മനുഷ്യൻ തന്നെ വഹിക്കണമെന്നുണ്ടോ? സകല മനുഷ്യരുടെയും പാപത്തിന്റെ ശിക്ഷ ഒരാൾ തന്നെ വഹിക്കണമെന്നുണ്ടോ? ആ പീഡാനുഭവത്തിൽ തകർന്നു നുറുങ്ങി രക്തം വിയർപ്പായി പുറത്തോട്ടൊഴിയും. ആ യേശുവിൻ്റെ അനന്ത യോഗ്യതയിലാണ് നമ്മൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്നതെല്ലാം തരുമെന്ന് പിതാവ് പറഞ്ഞത്. എൻ്റെ നാമത്തിൽ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും അനന്ത യോഗ്യതയിൽ നാം ചോദിക്കുന്നതൊക്കെ തരും. അങ്ങനെയാണെങ്കിൽ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് എന്തു പറയണം? അത് അധികം ചോദിക്കാതിരിക്കുക നല്ലത്. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഒന്ന് എഴുതി വെക്കുന്നത് കൊള്ളാം. ഭാര്യയും ഭർത്താവൊക്കെ ആലോചിച്ചിട്ട്, ഒരു വീടില്ല, ഒരു 3 മുറിയുള്ളൊരു വീട് വേണമെങ്കിൽ 2 സെൻറ്റ് സ്ഥലം, ഇത്ര ലക്ഷം രൂപ വേണം, എഴുതി വെച്ചിട്ട് കിട്ടിയെന്ന് വിശ്വസിച്ച് നന്ദി പറഞ്ഞാൽ മതി. കാരണം കിട്ടിയാൽ പിന്നെ നന്ദി പറയാൻ നേരമില്ല നമുക്ക്. 10 കുഷ്ഠരോഗികൾ ഈശോ അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്തി. 9 പേര് നമ്മുടെ ജാതിയായിരുന്നു, പിന്നെ ഒരാൾ പുറജാതി മാത്രമേ നന്ദി പറയാൻ ചെന്നുള്ളൂ. നമ്മുടെ ജാതി കിട്ടിയത് കൊണ്ട് ഓടി. അതുകൊണ്ട് ദൈവം പല കാര്യങ്ങളും നമ്മൾ ചോദിച്ചാൽ ഉടനെ തരികയില്ല. കുറേ നന്ദി മുൻകൂട്ടി പറയിപ്പിച്ചിട്ടേ തരൂ. അങ്ങനെ നന്ദി പറയിപ്പിച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകം കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് 10, 12, 100 അപേക്ഷ കൊണ്ട് എഴുതി വെച്ചോ, പിന്നെ പിച്ചത്തരം പറഞ്ഞു പോകരുത്. കിട്ടിയെന്ന് വിശ്വസിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാവുള്ളൂ. അപ്പോൾ ആദ്യം കിട്ടുന്നത് പരിശുദ്ധാത്മാഭിഷേകമായിരിക്കും, ദൈവിക ജ്ഞാനമായിരിക്കും. അത് കഴിഞ്ഞായിരിക്കും നമ്മൾ എഴുതി വച്ചിരിക്കുന്ന മറ്റേ കാര്യം. നിങ്ങൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്നൊരു പുസ്തകമായത്. 2 അച്ഛന്മാർ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് ചോദ്യം ചോദിക്കുന്നതിന് ഞാൻ ഉത്തരം പറഞ്ഞത് അവർ ടേപ്പിലെടുത്തതാണ്. എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: അച്ഛന് ഒരു മിഷണറി ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നോ? വടക്കേ ഇന്ത്യയിൽ മിഷണറി ആകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം 5 വൻകരകളിലും അനേകം പ്രാവശ്യം ഇപ്പോൾ അയച്ചിട്ടുണ്ട്. അമേരിക്കയിൽ തന്നെ 30ാമത്തെ പ്രാവശ്യമാണ് കഴിഞ്ഞ മാസം പോയത്. 30ാമത്തെ പ്രാവശ്യം, 1.5 മാസം പോകാൻ അമേരിക്കയിലോ തെക്കേ അമേരിക്കയിലോ ചൈനയിലോ ഒന്നും പോകാൻ ചിന്തിച്ചിട്ടില്ല, ആഗ്രഹിച്ചു പോലുമില്ല. വടക്കേ ഇന്ത്യയിൽ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എന്നെ 5 വൻകരകളിലും അനേകം പ്രാവശ്യം കൊണ്ടുപോയി. അപ്പം അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? നമ്മൾ വടക്കേ ഇന്ത്യയിൽ പോകാൻ ആഗ്രഹിച്ചുള്ളതെങ്കിലും എഫേസസ് 3:20 പറയാണ്, നിങ്ങൾ ചിന്തിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ യേശുക്രിസ്തുവിലും സഭയിലും തരും. കൈയടിച്ചേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമേരിക്കയിൽ ഒക്കൽഹോമിൽ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പെങ്ങള് ഒരു കർമ്മലീത്ത കന്യാസ്ത്രീയാണ്. അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് കാണാൻ ചെന്നപ്പോൾ ഈ പുസ്തകം കൂടെ കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. അച്ഛനിത് പല പ്രാവശ്യം വായിച്ചു. തലേണയുടെ അടി വെച്ച് ഇടയ്ക്ക് വായിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം പരിശുദ്ധാത്മാവ് നയിക്കുന്നത് എങ്ങനെയാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്താണ്, പിശാചിൻ്റെ മേലും പാപത്തിൻ്റെ മേലും രോഗത്തിൻ്റെ മേലും കുടുംബ തകർച്ചകളുടെ മേലും ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഓരോ തിന്മയും അനുവദിക്കുമ്പോൾ ആ തിന്മയെ പ്രതി സ്തുതിച്ച്, ഇതുപോലെ തിന്മയുള്ള സ്തുതിച്ച് ദുഃഖം അകറ്റുക, പരിശുദ്ധാത്മാവോട് നിറയുക. ഇതുപോലെ ദുഃഖവും തകർച്ചയുമുള്ള 1000 പേർക്ക്, 10,000 പേർക്ക്
ഒരു 50,000 പേർക്ക്, ഒരു 5 ലക്ഷം പേർക്ക്, ഒരു 50 ലക്ഷം പേർക്ക്, ഒരു 5 കോടി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക്, തകർച്ചയും രോഗവും ഉള്ളവരുടെ പക്കലേക്ക് നമ്മുടെ പ്രാർത്ഥനയെ മാനിച്ച് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അനന്തമായ യോഗ്യതയിൽ ലോകാതിർത്തികളിലേക്ക് പിതാവ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും സാന്നിധ്യവും ശക്തിയും അയക്കും. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഉണ്ടാകും. 20-ാമത്തെ വയസ്സിൽ സെമിനാരി ചേർന്ന ശേഷം കോളേജിൽ പഠിക്കുന്ന അവസരത്തിലാണ്, അന്ന് സെമിനാരി ചേർന്നപ്പോൾ പച്ചാളം മിൻസെൻഷൻ ആശ്രമം, കാലത്ത് മോർണിംഗ് പ്രേയേഴ്സ്, പ്രഭാത പ്രാർത്ഥന, അരമണിക്കൂർ ധ്യാനം, 1 മണിക്കൂർ കുർബാന, വൈകുന്നേരം കൊന്താവ്, സന്ധ്യാ നമസ്കാരം, എല്ലാം കൂടി 2.25 മണിക്കൂർ പ്രാർത്ഥന അന്നുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ 1 മണിക്കൂർ കൂടുതൽ പ്രാർത്ഥിക്കണം. ആരും അറിഞ്ഞില്ല, ഞാൻ കൊന്തയ്ക്ക് മുമ്പ് 1 മണിക്കൂർ ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ഞാനൊരു സ്വരം കേട്ടു, ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ദ ഹോളി സ്പിരിറ്റ്. ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. ഈ സ്വരത്തിലല്ല, ആദ്യം പറഞ്ഞ സ്വരത്തിലാണ്. ആദ്യം പറഞ്ഞ സ്വരം അടക്കം പറയുന്ന സ്വരമാണ്, ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ മലയാളത്തിൽ പറഞ്ഞ അടക്കം പറയുന്ന സ്വരം കിട്ടുകയില്ല. അതുകൊണ്ട് ഇത് മലയാളികൾക്ക് വേണ്ടിയുള്ള പരിപാടിയല്ലെന്നും ലോകം മുഴുവനും വേണ്ടിയുള്ള സന്ദേശമാണെന്നും മനസ്സിലാക്കിക്കൊള്ളണം. പിന്നെ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായത്. ചോദിക്കും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള സ്വരത്തിൻ്റെ അർത്ഥം ഇതാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടും, കവിഞ്ഞൊഴുക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചോദിക്കുവാൻ നിനക്ക് കിട്ടുമെന്നല്ല, നിങ്ങൾക്ക് കിട്ടുന്ന. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അടുത്ത കാലത്ത് കർത്താവ് പറഞ്ഞു, സങ്കീർത്തനം 91:7, 1000 നിന്റെ വലതുഭാഗത്തും 10,000 നിന്റെ ഇടതുഭാഗത്തും വീഴും. അപ്പോൾ കുറഞ്ഞത് 1000 വലത്തുഭാഗത്തും 10,000 ഇടത്തുഭാഗത്തുമുള്ള, അല്ലെങ്കിൽ 10,000 വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാലമാണ്. ഏത് കാര്യത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചോ, സ്തുതിച്ചിട്ട് ഇതുപോലെ 10,000 പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. നവവൃന്ദമാലാഖമാരെ അയച്ച് ലോകം മുഴുവൻ വചനമെത്തിച്ചു കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥന കേൾക്കുവോ? യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ കേൾക്കുമോ? കേൾക്കും. അപ്പോൾ ഈശോ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളുടെ അധരങ്ങൾ വഴി നിങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞിക്കാര്യം സാധിച്ചു തരണേ, ഞങ്ങളുടെ കുഞ്ഞിക്കാര്യം സാധിച്ചു തരണേ, ഞങ്ങളുടെ കുഞ്ഞിക്കാര്യം സാധിച്ചു തരണേ, പരീക്ഷ ജയിപ്പിക്കണേ, വീട് വേണേ, കല്യാണം നടക്കണേ, ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് കാലാകാലത്തോളം ഇരിക്കാൻ പറഞ്ഞിട്ടില്ല. മത്തായി 6:33, ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. എന്താണ് ദൈവത്തിൻ്റെ രാജ്യം? പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതം, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം. അവിടെ ഭൗതിക ലക്ഷ്യങ്ങൾക്കല്ല പ്രാധാന്യം. നശിച്ചു പോകുന്ന കോടാനുകോടി പാപികളുടെ മാനസാന്തരം, മദ്യപാനത്തിനും മ്ലേച്ഛപാപത്തിനും അടിമപ്പെട്ട തലമുറ. യൂറോപ്പിൽ ധ്യാനിപ്പിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും, ജർമ്മനിയിൽ അഭയാർത്ഥികൾ ഒരുപാട് പേരെ സ്വാഗതം ചെയ്തു. അതിൻ്റെ ഒരു രഹസ്യം കൂടി ഉണ്ട്. 30 വയസ്സിന് താഴെ പിള്ളേരില്ല. 1-ാം ക്ലാസ് തൊട്ട് നിങ്ങൾ ലൈംഗിക പാപം ചെയ്തോന്ന് പറഞ്ഞ് ലൈസൻസ് കൊടുത്തു വിട്ടു. വിവാഹ ജീവിതം ഇല്ലാതായി, കുടുംബജീവിതം ഇല്ലാതായി, പട്ടികളെ പോലെ നടന്നു, പട്ടികളെക്കാൾ കഷ്ടമായിട്ട് നടന്നു. ദൈവകൽപ്പന മറന്നു. അങ്ങനെ ജീവിച്ചോളാൻ എഴുത്തുകാരും സിനിമാക്കാരും നാടകക്കാരും ടി വിക്കാരും ബ്ലൂ ഫിലിം ഉണ്ടാക്കുന്നവരെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. കുടുംബങ്ങളില്ലാതെയായി. നമ്മൾ ഓർത്തോണം, ദൈവം തന്ന 10 കൽപ്പനയെ തൊട്ട് കളിക്കാൻ ആർക്കും അനുവാദമില്ല, അനുസരിക്കാനേ അവകാശമുള്ളൂ. അങ്ങനെ അനുസരിക്കാത്ത ഒരു ലോകത്തിൽ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥന എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. ദൈവകൽപ്പന ലംഘിക്കുന്ന 50,000, 5 ലക്ഷം, 5 കോടി, 50 കോടി എന്ന് എഴുതി വെച്ചാൽ അത്തരം പേർ കൊടുക്കും ദൈവം. കോടാനുകോടി പേരുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ.
പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും നൽകണമേ. എഴുതി വെച്ച പ്രാർത്ഥനയുമായിട്ട് കാലത്ത് 3 മണിക്ക് എഴുന്നേറ്റ് യുദ്ധം ആരംഭിക്കണം. 2-3 മണിക്കൂറെങ്കിലും മധ്യസ്ഥം വഹിക്കണം. നശിച്ചു പോകുന്ന ഓരോ ജനവിഭാഗത്തിനു വേണ്ടിയും പരിശുദ്ധാത്മാവിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കണം. വൈകുന്നേരം നേരത്തെ കിടന്ന് ഉറങ്ങണം. സിനിമ കണ്ടിരുന്നാൽ പോരാ, സീരിയൽ കണ്ടിരുന്നാൽ പോരാ, നേരത്തെ കിടന്ന് ഉറങ്ങി നേരത്തെ എഴുന്നേക്കണം. ഏത് സമയത്ത് എഴുന്നേക്കാൻ നല്ലത്? 3 മണിയാണ്. ഈശോയെ കുരിശിൽ തൂങ്ങി തറച്ച ആ സമയത്ത് എഴുന്നേറ്റ് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാതെ എഴുതി വെച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എന്താണ്? കൈക്കൂലി വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. ഈശോയെ ഇങ്ങനെയുള്ള 50,000 പേരെ രക്തക്കടലിൽ മുക്കണമേ, 5 ലക്ഷം പേരെ, അത്രയും പേരുടെ അടുത്തേക്ക് ഇത് ചെല്ലും. അതിനാ ഒരാളെ നമ്മുടെ മുമ്പിൽ തരുന്നത്. കൊല, ഭീകരപ്രവർത്തനം നമ്മൾ കേട്ടു, അയ്യോ കഷ്ടമായി പോയില്ലെന്ന് പറഞ്ഞിരിക്കാതെ ഒരു പ്രാർത്ഥന എഴുതി ഉണ്ടാക്കണം. ഇതുപോലെയുള്ള 50,000, 5 ലക്ഷം, 5 കോടി പേരെ രക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പ്രാർത്ഥന വഴിയുള്ള യുദ്ധം ആരംഭിക്കണം. ദിവസത്തിൽ 2-3 മണിക്കൂറെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി മാറ്റണം. വചനം ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിനു മുമ്പുള്ള ഏതെങ്കിലും ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോൾ മുൻകോപം മാറിക്കിട്ടിയ അനുഭവമുള്ളവരൊന്ന് കൈപൊക്കണം. മുൻകോപം മാറിക്കിട്ടിയവർ ഒന്ന് എഴുന്നേറ്റിരിക്കുക. ഒരുപാട് ആലോചിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. പണ്ടത്തെ പോലെ എടുത്തിയാട്ടമില്ല, ക്ഷമിക്കാനുള്ള ശക്തി കിട്ടി, അത് ദൈവം തന്ന ദാനമാണ്, എൻ്റെ കഴിവൊന്നും അല്ല എന്ന് തിരിച്ചറിയുന്നവരൊന്ന് കൈപൊക്കിക്കേ. അവർ മുൻവശത്ത് വന്ന് നിന്നേ. വേഗം മുൻകോപം മാറിക്കിട്ടിയ അഭിഷേകമാണ്. ഇപ്പോൾ ഇതൊന്നുമല്ല, ഇത് കൂടുതലുണ്ട്. പിന്നെ കുറേ പേരൊന്ന് സംശയിച്ച് ഞാനിനി എഴുന്നേറ്റ് നിന്നിട്ട് പിന്നെ അങ്ങാനും ദേഷ്യപ്പെട്ടാൽ അവർ കളിയാക്കിയാലെന്നൊക്കെ ഒരു മാന്യത നടിച്ചു അഭിനയിച്ചു ഇരിക്കുന്നവരുണ്ട്. വേറെ കുറേ പേര്, 30 പേരാണ് ഇപ്പോൾ സാക്ഷ്യപ്പെടുന്നത്. വേറെ 30 പേര് പയ്യെ പതുങ്ങിയിരിപ്പുണ്ടാവും. പിന്നെ അടുത്ത ധ്യാനത്തെ കേൾക്കാമെന്ന് കരുതി. സാരമില്ല, ക്ഷമിച്ചിരിക്കുന്നു തൽക്കാലത്തേക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സമൂഹത്തിലിരിക്കുന്ന 47 പേർക്ക് കൂടെ മുൻകോപ ബന്ധനത്തിൽ നിന്ന് കർത്താവ് മോചനം നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം. ഒരു 80 പേർക്ക് ക്ഷമിക്കാനുള്ള കൂടുതൽ ശക്തി കർത്താവ് കൊടുക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മണിക്കൂർ ഇല്ല, കാൽമുട്ടിന് വേദന, കാൽമുട്ട് മടക്കാൻ പ്രയാസമൊക്കെ ഉണ്ടായിരുന്നവർ കൈപൊക്കിയേ. കാൽമുട്ടിന് വേദന, കാൽമുട്ട് മടക്കാൻ പ്രയാസം ഉണ്ടായിരുന്നവരൊക്കെ എഴുന്നേറ്റുന്നേ. അവര് ഒന്ന് കാൽമുട്ടൊക്കെ അനക്കി നോക്കിയേ. ഈ മണിക്കൂറിൽ സുഖപ്പെട്ട രോഗശാന്തിയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് സൗഖ്യം കിട്ടിയെങ്കിൽ കൈവീശി കാണിക്കുക. കാൽമുട്ട് വേദന ഇതിനകം മാറിയെങ്കിൽ ഈ മണിക്കൂറിൽ അവർ മുൻവശത്തേക്ക് വരിക. കാൽമുട്ട് വേദന മാറിയെങ്കിൽ മുൻവശത്തേക്ക് വളരെ വേഗം വരിക. മറ്റുള്ളവർ ഇരുന്നോളുക. ഈ മണിക്കൂറിൽ കാൽമുട്ട് വേദന സുഖപ്പെട്ടവർ. വീസ തടസ്സം മാറ്റി 6 പേരെ അനുഗ്രഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞായിരുന്നു. വീസ തടസ്സം, വീസയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വീസ ഓഫീസേഴ്സിനെയും ഉദ്യോഗസ്ഥന്മാരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമെന്ന് ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പം പരിശുദ്ധാത്മാവ് കൊടുത്തേക്ക് അവർക്ക് വീസാന്ന്. ഞങ്ങൾക്ക് വീസാ തരണേ, ഞങ്ങൾക്ക് വീസാ തരണേ, ഞങ്ങൾക്ക് വീസാ തരണേ എന്നുള്ള പൊട്ടപ്രാർത്ഥന അവസാനിപ്പിക്കുക. എന്നിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുക. 6 പേരുടെ കാൽമുട്ട് വേദന കർത്താവ് ഈ സമയത്ത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 6:51 The bread that I give is for the life of the world. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്നത് എൻ്റെ ശരീരമാണ്. യോഹന്നാൻ 1:29 കുർബാന ഉയർത്തിപ്പെടുത്തിയിട്ട് പറയാറുള്ളതാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എത്ര കോടി പേര് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും കുർബാനയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന നേരത്തെ നമ്മൾ എഴുതി വീട്ടിൽ വെച്ചാൽ മതി, പോക്കറ്റിലിട്ടാലും മതി. പ്രാർത്ഥിച്ചോ 1 കൊല്ലം കഴിയുമ്പം എഴുതി വെച്ച എല്ലാ പ്രാർത്ഥനകളിലേക്കും ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന 5 ലക്ഷം കുർബാനയിലെ തിരുരക്തം ഒഴുകി വന്ന് എല്ലാ തിന്മയും മാറ്റിത്തരും. ഞാൻ കുർബാനയുടെ നിയോഗം എഴുതാൻ തുടങ്ങിയിട്ട് ഒരു 4-5 കൊല്ലമായി. വിശുദ്ധ കുർബാന അനന്ത യോഗ്യതയുള്ള ദൈവബലിയിൽ നിന്ന് എഴുതും. എന്നിട്ട് 3-4 ബൈബിൾ വാക്യങ്ങളും അതിൻ്റെ അടിയിൽ എഴുതും. 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി.
ഇപ്പൊ വിശുദ്ധ കുർബാന എന്താണ്? ലോകം മുഴുവനും വേണ്ടിയുള്ള പരിഹാര ബലി. സങ്കീർത്തനം 116, 12, 13. ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്ത് കൊടുക്കും? രക്ഷയുടെ കാസ ഉയർത്തി ദൈവത്തിൻ്റെ നാമം വിളിച്ച് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് കുർബാന. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ഈശോ കുർബാനയിൽ ചേരുന്നത്? ഞാനൊരു വചനം എഴുതി വെക്കും. മത്തായി 3:11. അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും അവൻ നിങ്ങളെ സ്നാനപ്പെടുത്തും. കുർബാനയില് ആഗ്രഹിക്കുന്നവർക്ക്, ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്കും അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം കൊടുക്കും. പിന്നെ എന്ത് ചെയ്യും? യെശയ്യാ 35:5-7. മിശിഹ വരുമ്പോൾ ചകിടരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല, അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ഊമരുടെ നാവ് സന്തോഷത്തിന്റെ ഗാനമുതിർക്കും, മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും. മിശിഹ വരുമ്പോൾ അത് കുർബാനയിൽ സംബന്ധിക്കും. വിശ്വസിക്കണം, ചോദിക്കണം. നമുക്ക് വേണ്ടി ചുറ്റുമുള്ള 10,000, 50,000, 5 ലക്ഷം, 5 കോടി പേർക്ക് വേണ്ടി ദൈവകൃപ ഒഴുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജപമാലയും നമ്മുടെ ദിവ്യബലിയും കോടാനുകോടി പേരിലേക്ക് പരിശുദ്ധാത്മാഭിഷേകവും പാപമോചനവും വർഷിക്കാൻ ദൈവം തന്നിട്ടുള്ള വലിയ വിശ്വാസ രഹസ്യങ്ങളാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ധ്യാനത്തിൽ കൂടി ബൈബിളൊക്കെ വായിക്കണമെന്ന് തീവ്രമായ ഒരു ആഗ്രഹവും നല്ല തീരുമാനമൊക്കെ പലർക്ക് ദൈവം നൽകി കാണും. അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിക്കേ. അവർ ഒരു സമയം നിശ്ചയിക്കണം. ഒരു 2 മണിക്കൂർ ബൈബിൾ വായിച്ച് നല്ല വചനം കുറിച്ചെടുക്കണം. നല്ല പുസ്തകം, മാസിക, ഡിവൈൻ വോയിസ്, വചനോത്സവം, ഇതൊക്കെ വായിച്ച് നമുക്ക് പ്രയോജനപ്പെടുന്ന നല്ല പുസ്തകങ്ങൾ വായിച്ച് വിശ്വാസം ഉണർത്തുന്ന വചനങ്ങൾ കുറിച്ചെടുക്കണം. ഒരു പേജിൽ 3-4 വചനം മതി. നമ്മളെ ആകർഷിക്കുന്ന വചനം, നമ്മെ സ്പർശിക്കുന്ന വചനം, അതാണ് നമുക്കുള്ള സുവിശേഷം. അങ്ങനെയുള്ള വചനം ഒരു 5 പ്രാവശ്യം 10 പ്രാവശ്യം ഏറ്റു പറഞ്ഞിട്ട് പറയണം, ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അഭിഷേകം, അത്ഭുതങ്ങൾ എനിക്കും ചുറ്റുമുള്ള 10,000, 50,000 പേർക്ക് നൽകണമേ. സുവിശേഷ വേലയായി. മധ്യസ്ഥ പ്രാർത്ഥന. ദൈവം പ്രാർത്ഥന കേൾക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ നൽകും. അത്ഭുത പ്രവർത്തന ശക്തി, രോഗശാന്തി വരം, പ്രവചനവരം, ദർശനവരം, വ്യാഖ്യാനവരം, ഭാഷാവരം, നന്മതിന്മകൾ വിവേചിച്ചറിയാനുള്ള വരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവോ? മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് സമയം മാറ്റി വെക്കണം. 2-3 മണിക്കൂർ. ബൈബിൾ വചനം പഠിക്കാൻ 1-2 മണിക്കൂർ. അപ്പൊ എത്ര മണിക്കൂറായി? എത്രയായി? ഒരു 5 മണിക്കൂറായി. അത് കുഴപ്പമില്ല. പണ്ട് ഒന്നും വായിക്കാതെ തന്നെ പരിഹാരം കൊണ്ട് ചെയ്യണം. വചനം ഒന്നും പഠിക്കാതെ ലോകത്തിൻ്റെ പത്രം എത്രയാണ് വായിച്ചു കൂട്ടുന്നത്? 5 പത്രം ഉണ്ടെങ്കിൽ 5 വായിക്കും, കാണാതെ പഠിക്കും. TV മണിക്കൂറുകൾ ചിലവഴിക്കും. അതൊക്കെ പരിഹാരം ചെയ്യണ്ടേ? ഇതിനെല്ലാം സീരിയലിൻ്റെ മുമ്പിൽ ഇരുന്നതിന് എത്ര കൊല്ലം ശുദ്ധീകരണ സ്ഥലത്തിൽ കിടന്നാല? ഈ വിലപ്പെട്ട സമയം ഈ കണ്ട തെറിപ്പടങ്ങളെല്ലാം കണ്ട്, കണ്ട കള്ള അഭിനയങ്ങളെല്ലാം കണ്ട്, കണ്ട വ്യഭിചാരവും കൊലപാതകവും നോക്കിക്കണ്ട് അതിൻ്റെ അഭിനയ മൂല്യം ഉണ്ടെന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം വീണ്ടും വീണ്ടും ദൈവത്തിന് കൊടുക്കേണ്ട സമയം, വചനം വായിക്കേണ്ട സമയം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയം വെറുതെ ലക്ഷ്യമില്ലാതെ കളഞ്ഞതിനൊക്കെ പരിഹാരം ചെയ്യണം. അതുകൊണ്ട് ധ്യാനം കൂടുന്നവരോട് പറയാൻ ഇങ്ങനെ കർത്താവ് പറഞ്ഞു, 3 തൊട്ട് 5 മണിക്കൂർ മാറ്റി വെച്ചേരെ മധ്യസ്ഥം വഹിക്കാനും വചനം പഠിക്കാനും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലം പോയി, ഇനി എത്ര കാലം ഉണ്ടെന്ന് അറിയത്തില്ല. ഇന്ന് വിളിച്ചാൽ ഇന്ന് പോകണം. എത്ര ആത്മാക്കളെ രക്ഷിച്ചു, എത്ര പാപികളെ മാനസാന്തരപ്പെടുത്തി? ഒന്നുമില്ല. സമ്പാദിച്ചു ഒന്നും കൊണ്ടുപോയില്ല. പ്രൈസ് ദി ലോർഡ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. അതുകൊണ്ട് നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വലിയ ലക്ഷ്യമൊന്നുമില്ല. മരിക്കാതെ ജീവിച്ച് കുറച്ചാളുടെ ഇരിക്കണം, കുറേയൊക്കെ കാശ് സമ്പാദിച്ച് കൂട്ടണം, നല്ല വീട് പണിയണം, മക്കളെ കെട്ടിച്ചയക്കണം. ഇങ്ങനെ ഭൗതികമായ ലക്ഷ്യങ്ങളിൽ ആരും ഇരിക്കണ്ട. വേദവസ്തുയിൽ പറഞ്ഞിരിക്കുന്നു, ഏറിയാൽ 70 അല്ലെങ്കിൽ 80. അപ്പോഴത്തേക്കും വീട്ടുകാരും പറയും, ഇനി മരിച്ചാൽ വേണ്ടുകയില്ല. കാരണം നടക്കാനും പറ്റിയാൽ ഇരിക്കാനും പറ്റിയാൽ എന്ത് ചെയ്യും? ഇരുന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുക. അങ്ങനെ വല്ല ലക്ഷ്യമുണ്ടോ?
എവിടെയാ പറ്റിക്കിടക്കുന്നത്? 5 അപ്പവും 2 മീനും ഈശോ വർദ്ധിപ്പിച്ചു. തിന്നത് 5000 പുരുഷന്മാരും ചിലപ്പോൾ 20,000 30,000 സ്ത്രീകളും കുഞ്ഞുങ്ങളും. മിച്ചമുള്ളത് 6 കൊട്ട നിറയോ 12 കൊട്ട നിറയോ ശേഖരിച്ചു. പിറ്റേ ദിവസം ചില ചേട്ടന്മാരും ചേട്ടത്തിമാരും കൂടെ ഈശോയെ കാണാൻ ചെന്നു. കണ്ടില്ല. അടുത്ത സ്ഥലത്ത് പോയി, അവിടെയും കണ്ടില്ല. മൂന്നാമത്തെ സ്ഥലത്ത് പോയി, അവിടെയും കണ്ടില്ല. ആരാണ്ട് പറഞ്ഞു കായലിൻ്റെ അപ്പുറമുണ്ടെന്ന്. അവിടെ ചെന്നു വഞ്ചി പിടിച്ച്, കർത്താവേ നിന്നെ ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിക്കുന്നു. ഈശോ പറഞ്ഞു, നിങ്ങൾ അത്ഭുതം കണ്ടതുകൊണ്ട് വന്നതല്ല, ഇന്നലെ തിന്ന അപ്പത്തിൻ്റെ രുചി ഓർത്ത് വന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യം നല്ലതല്ല. ഈശോ മുഖത്തടിച്ച് പറഞ്ഞതുള്ള കാര്യം സത്യം. അപ്പം ധ്യാനം 16 കൂടി ലക്ഷ്യം എന്നതാ? ശമ്പളം കൂട്ടി കിട്ടണം. ഈ ലോകം മാത്രമേ ലക്ഷ്യമുള്ളൂ. കോടിക്കണക്കിന് ആത്മാക്കൾ നശിച്ച് നിത്യനരകത്തിൽ പോകുന്നു. അതെനിക്ക് പ്രശ്നമേ അല്ല. അപ്പം നമ്മൾ മാനസാന്തരപ്പെട്ടവരാണോ? അല്ല. അത് തിരിച്ചറിയണം. ശങ്കരൻ പിന്നെയും തെങ്ങേല്, മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ. വഞ്ചി തിരുനരക്കര തന്നെ. ധ്യാനം 36,000 കൂടിയാലും ഫലമില്ല. മാനസാന്തരപ്പെടണം. യേശുവിനെ പോലെയാകണം. അതിനുവേണ്ടിയാണ് പിതാവ് ഈ ലോകത്തിലേക്ക് യേശുവിനെ അയച്ചത്. ടു ബി ലൈക്ക് ജീസസ്. നമുക്ക് മാതൃകയാകാൻ, നമുക്ക് ലക്ഷ്യമാകാൻ, നമുക്ക് പ്രബോധനമാകാൻ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈ പൊക്കിക്കേ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർ ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കൈ പൊക്കിക്കേ. ഒരു കൈ ഭൂമിയിലേക്ക് തൂങ്ങിക്കിടക്കുകയാണ്. ഒരു കൈ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റിയല്ല. പരിപൂർണ സമർപ്പണം ആവശ്യമാണ്. യേശുവിനും യേശുവിൻ്റെ രക്ഷാകര പദ്ധതിക്കും യേശുവിൻ്റെ സുവിശേഷത്തിനും നിത്യജീവൻ്റെ പദ്ധതിക്കുമുള്ള പരിപൂർണ സമർപ്പണം വേണം. ഞാൻ കയ്യും താത്തിയിട്ടോ. എബ്രായർ 13:14 നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല. ഒന്ന് പറഞ്ഞേ. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല. വരുവാനുള്ള നഗരത്തെയാണല്ലോ നമ്മൾ കാത്തിരിക്കുന്നത്. വരുവാനുള്ള നഗരത്തെയാണല്ലോ നമ്മൾ കാത്തിരിക്കുന്നത്. ഉറക്കെ പറഞ്ഞേ. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല. നിലനിൽക്കുന്ന നഗരമില്ല. വരുവാനുള്ള നഗരത്തെയാണല്ലോ നമ്മൾ കാത്തിരിക്കുന്നത്. അങ്ങനെയാണോ? ആണോ? ഇപ്പൊ ഞാനൊരു എക്സർസൈസ് തരാം. ഞാൻ 1 2 3 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് രണ്ടാമത് 1 2 3 പറയുമ്പോൾ ഒരു 3 പ്രാവശ്യം സ്വർഗത്തിലേക്ക് ചാടണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ചെരുപ്പ് വേണമെങ്കിൽ മാറ്റിയിടണം കിട്ടും. പിന്നെ ഗർഭിണികളുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാം. ആദ്യം 1 2 3 പറയും, അപ്പം ചാടണ്ട. 1 2 3 1 2 3. വലിയ മെച്ചമായില്ല. ഒന്നുകൂടെ പറയാം. അപ്പം 4 പ്രാവശ്യം ചാടണം. എന്നെ നോക്കിയാൽ മതി, സ്വർഗത്തെ നോക്കിയാൽ മതി. 1 2 3 1 2 3 4. ഇച്ചിരൂടെ നന്നായിട്ടുണ്ട്, അത്ര നന്നായിട്ടില്ല താനും. അടുത്ത ഒരു പ്രാവശ്യം കൂടെ പറയും, പിന്നെ ചാടാൻ അവസരം തരികയില്ല. അപ്പം 10 പ്രാവശ്യം ചാടിക്കണം. സർവശക്തിയോടെ ചാടിക്കണം. അത് കഴിഞ്ഞ് എത്ര പേർക്ക് രോഗശാന്തി കിട്ടിയെന്ന് ചോദിക്കും, എത്ര പേർക്ക് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം കിട്ടിയെന്ന് ചോദിക്കും. അതുകൊണ്ട് റെഡിയായിട്ട് നിന്ന് നല്ല ഉഷാറായിട്ട് ചാടിക്കണം. വയസ്സന്മാരുടെ വയസ്സ് കുറയും, ഒരു 5-10 വയസ്സെങ്കിലും കുറഞ്ഞു കിട്ടും. നല്ല ഉത്സാഹത്തോടെ ചാടിക്കുമോ, വേദന മാറും, അത്ഭുതം നടക്കും. പ്രൈസ് ദി ലോർഡ്. 1 2 3 പറയുമ്പോൾ ചാടരുത്. 1 2 3 1 2 3 4 5 6 7 8 9 10. ആർക്കെങ്കിലും പുതിയ സന്തോഷം കിട്ടിയെങ്കിൽ അവരൊന്ന് കൈ പൊക്കിക്കേ, ഒന്ന് കൈ വീശി കാണിച്ചേ. ഇതിനു മുമ്പ് കിട്ടാത്ത സന്തോഷം നിങ്ങൾക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ചാടനങ്ങൾ ശിശുക്കളെ പോലെ ആകണേ. അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റി വെച്ചാലേ ചാടാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ക്ഷീണവും തളർച്ചയും മാറി എല്ലാവർക്കും തന്നെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അടുത്തത്, നിങ്ങൾക്ക് ഇച്ചിരി ഓവർ വെയിറ്റ് ഉണ്ടായിരുന്നു, അത് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്, ഭാരം. ഒന്ന് നോക്കിയേ, ഒരു ലാഘവത്വം കിട്ടിക്കാണും. ഒന്ന് നോക്കിയേ, നിങ്ങൾ നനകിയൊക്കെ നോക്കിയേ, പണ്ടത്തെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് ഈ ചാട്ടത്തിൽ. നോക്കിയേ നിങ്ങൾ. എന്നിട്ട് ഒരു ലാഘവത്വം കിട്ടിയെങ്കിൽ കൈപൊക്കി കാണിച്ചേ. ശരീരത്തിന് തൂക്കം, വെയിറ്റ് കുറയുന്ന പോലെ തോന്നൽ, ഭാരം കുറയുന്നു. കൈവീശി കാണിച്ചവർ. ചിലർക്ക് കൈപൊക്കാനൊക്കെ ഒരു നാണോ. പ്രൈസ് ദി ലോർഡ്.
പേര് വില്യംസ്, കാലടിയിൽ നിന്നാണ്. ഒരു 5 വർഷത്തിന് മേളിലായിട്ട് എൻ്റെ വലത് പോയി മുട്ടുകാലിൽ വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ ചാടി കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് മാറി. Praise the Lord. കാലിൻ്റെ മുട്ടിന് വേദന ഉണ്ടായിരുന്നു. ഒരു 2 കൊല്ലമായി. ഇപ്പോൾ ചാടിയപ്പോൾ പെട്ടെന്ന് ആ വേദന തീരെ പോയല്ലോ തോന്നുന്നു. Praise the Lord. എനിക്ക് 5 കൊല്ലമായിട്ട് എൻ്റെ കാലിൻ്റെ മുട്ടിന് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. കാൽപ്പത്തിക്ക് എനിക്ക് നടക്കാൻ പറ്റൂലായിരുന്നു. കാലിന് ഭയങ്കര കഴക്കലും എല്ലാം പൂർണ്ണമായിട്ട്. Hallelujah. എൻ്റെ പേര് ശിവശങ്കരൻ എന്നാണ്. വയറ് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ചാടിയപ്പോൾ നല്ല ആശ്വാസം മാറി. Praise the Lord. കരയിലെ ഒരു നാരങ്ങയുടെ അത്ര മുഴുണ്ടായിരുന്നു. മുഴ എവിടെയായിരുന്നത്? ഉടുകിന് അല്ല, അക്കി വരുന്ന. ചാടിയ സമയത്ത് എല്ലാം ഇല്ലാതായി. ചാടിയ സമയത്ത് മുഴ കണ്ടില്ല. Praise the Lord. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480 270 8097, ഇമെയിൽ mail.divintv@gmail.com, website www.drcm.org.